അരിക്കൊമ്പന് ശേഷം തണ്ണീർക്കൊമ്പന്റെ പിന്നാലെ ആയിരുന്നു മീഡിയാസ് മൊത്തം അല്ലെ. ലാസ്റ്റ് തണ്ണീർക്കൊമ്പന് റൂട്ട് മാപ്പ് വരച്ചു കൊടുക്കുന്നു, തണ്ണീർക്കൊമ്പൻ വന്ന വഴികൾ കാണിക്കുന്നു, ഓടി മാനന്തവാടി മൊത്തം മീഡിയാസ് കവർ ചെയ്യുന്നു, ഫോറസ്റ്റുകാര്, ആളുകള്, ജനങ്ങള്. ഇപ്പൊ എന്താണെങ്കിലും അരിക്കൊമ്പന് ശേഷം തണ്ണീർക്കൊമ്പനാണ്. പക്ഷെ അരിക്കൊമ്പൻ രക്ഷപ്പെട്ടു, ഭാഗ്യം. അരിക്കൊമ്പന് ഒരു മയക്കുവെടിയും വെച്ച് വേറെ കാട്ടിക്ക് പറഞ്ഞു വെച്ച്. പക്ഷെ അരിക്കൊമ്പന് ആരോഗ്യമുള്ളത് കൊണ്ട് അരിക്കൊമ്പൻ സർവൈവ് ചെയ്ത് പോയി. തണ്ണീർക്കൊമ്പൻ എന്താണെങ്കിലും ചെരിഞ്ഞു. അപ്പോൾ ചെരിഞ്ഞ വാർത്ത ഇന്നലെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ എന്താ വിഷയം എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് നോക്കണം. ഓക്കെ, കാരണം റെസ്ക്യൂ ഓപ്പറേഷൻസ് ആനയാണെങ്കിലും പുലിയാണെങ്കിലും കരടിയാണെങ്കിലും റിപ്പീറ്റഡ്ലി ഇപ്പൊ നമ്മൾ കാണുന്നത് എന്താ, റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തി ആ ജീവി മരിച്ചു പോകും. അപ്പൊ അത് ഞാൻ ഇവിടെ ഒരു വീഡിയോ കരടി മരിച്ചു. തിരുവനന്തപുരം വെള്ളനാട് കണ്ണമ്പള്ളിയിലാണ് ഇരപിടിക്കുന്നതിനിടെ കരടി 45 അടി താഴ്ചയുള്ള കിണറ്റിൽ വീണത്. ബഹളം കേട്ടെത്തിയ വീട്ടുകാർ രാത്രി തന്നെ വനം വകുപ്പിനെ വിവരമറിയിച്ചെങ്കിലും രക്ഷാപ്രവർത്തനം ആരംഭിച്ചത് രാവിലെയാണ്. ഈ സമയം അത്രയും മുങ്ങിപ്പോകാതിരിക്കാനുള്ള തത്രപ്പാടിലായിരുന്നു കരടി. വലയിട്ട് പിടികൂടാനുള്ള ശ്രമം വിജയിക്കാതെയായതോടെ മയക്കുവെടിവെച്ച് പുറത്തെത്തിക്കാമെന്ന തീരുമാനത്തിലേക്ക് വനം വകുപ്പെത്തി. വെടിയേറ്റ് മയങ്ങിപ്പോയ കരടിയെ വലയിട്ട് പൊക്കാൻ ശ്രമിച്ചെങ്കിലും വിഫലമായി. വലയിൽ നിന്ന് വഴുതിപ്പോയ കരടി കിണറ്റിലെ ആഴത്തിൽ മുങ്ങി മരിച്ചു. അരമണിക്കൂറിന് ശേഷമാണ് കരടിയെ പുറത്തെത്തിക്കാൻ കഴിഞ്ഞത്. കണ്ണൂർ പെരിങ്ങത്തൂരിൽ കിണറ്റിൽ നിന്നും രക്ഷപ്പെടുത്തിയ പുലിയാണ് ചത്തത്. രാവിലെ 9:30-ക്കാണ് പുലിയെ നാട്ടുകാർ കിണറ്റിൽ കണ്ടത്. രക്ഷാദൌത്യം തുടങ്ങിയതാകട്ടെ വൈകുന്നേരം 5 മണിക്ക്. വയനാട്ടിൽ നിന്നും വെറ്റിനറി സർജൻ അടങ്ങിയ സംഘം പെരിങ്ങത്തൂരിലെത്തിയത് 4:30-യോടെയാണ്. 10 മണിക്കൂറിലേറെ പുലി കിണറ്റിനുള്ളിൽ കഴിഞ്ഞു. മരക്കഷ്ണം കിണറ്റിലിട്ടാണ് വെള്ളത്തിനു മുകളിൽ കിടക്കാൻ പുലിക്ക് സാഹചര്യമൊരുക്കിയത്. കിണറ്റിലെ വെള്ളം വറ്റിച്ചായിരുന്നു രക്ഷാദൌത്യം. പുറത്തെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വൈകി നടത്തിയ രക്ഷാപ്രവർത്തനത്തിൽ വനംവകുപ്പ് ഏറെ പഴികേട്ടു. എന്നാൽ വീഴ്ചയിൽ ആന്തരികാവയവങ്ങൾക്കേറ്റ പരിക്കാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായി. ന്യൂസ് ഡെസ്ക് മാതൃഭൂമി ന്യൂസ്. അതായത് കേരളത്തില് ഈ വന്യജീവികള് അവരുടെ റെസ്ക്യൂ ഓപ്പറേഷൻസ് ഇതിനൊക്കെ ഒരുപാട് പൈസ ചെലവാക്കുന്നുണ്ട്, അറിയൂ. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടാക്സിന്റെ പൈസയാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്ന സാധനങ്ങൾ മൊത്തം. അപ്പൊ അറ്റ്ലീസ്റ്റ് ഇവര് ജീവനോടുകൂടി ഇവരൊക്കെ റെസ്ക്യൂ ചെയ്യാന്നുള്ള ഒരു കാര്യമുണ്ട്. പിന്നെ കേരളം പോലെ ഒരു ടോപ്പോഗ്രാഫി ഉള്ള ഒരു നാട് അല്ലെ, ഇവിടെ കാടും മലയും കുന്നും മനുഷ്യനും മൃഗങ്ങളും ഒക്കെ ഇപ്പൊ ഈ പറഞ്ഞ മാതിരി ക്ലോസ് എൻകൗണ്ടേഴ്സ് ഒരുപാട് വരും കേരളത്തിൽ. അപ്പൊ അതനുസരിച്ചുള്ള എന്താ പറയാ സജ്ജീകരണങ്ങൾ ഒരുക്കേണ്ട ഒരു അവസ്ഥയില്ല. ഇപ്പൊ പഴയ പോലെയല്ല, പഴയതിനേക്കാൾ കൂടുതലായിട്ട് കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് മൃഗങ്ങൾ ഇറങ്ങുന്ന ഒരു അവസ്ഥ ഭയങ്കരമാണ്. ആ സിറ്റുവേഷനിൽ റെസ്ക്യൂ ഓപ്പറേഷൻസ് കാര്യക്ഷമമായി നടത്താൻ വേണ്ടിയിട്ട് ഒന്നില്ലെങ്കിൽ വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകൾ വേണം, ഇല്ലെങ്കിൽ കുറച്ചും കൂടിയും ഇലാബറേറ്റഡ് ആയിട്ടുള്ള ഫോഴ്സ് വേണം. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തണമെങ്കിൽ ഒരു ഇതേമാതിരി കെയിൻറ്റിലൊരു കരടിയോ അല്ലെങ്കിൽ ഒരു പുലിയോ എന്തെങ്കിലും ഒരു വൈൽഡ് അനിമൽ വീണ് കഴിഞ്ഞാൽ അവിടെ ഒരു 6 മണിക്കൂർ 10 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് വരെ എത്തിയിട്ട് വല്ല കാര്യമുണ്ട്. അല്ല, ഇപ്പത്തെ ഈ കരടീന്റെ കേസ് തന്നെ ഉണ്ടല്ലേ, അവര് രക്ഷിക്കണതിൽ പറ്റിയ പ്രശ്നമാണ്. വലയിൽ കുടുങ്ങിയത് അതിന് ചാടിപ്പോയതാണ്. അത്രയും വലിയൊരു ജീവിനെ എടുക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന സാധനമാണ്. ബോധം വേണ്ടേ? മയക്കോടി മേടിച്ചത് വെള്ളത്തിൽ വീഴും, മുങ്ങി മരിക്കുന്ന ഒരു അന്തം വേണ്ടേ? അതൊന്നും ഇല്ല. സ്കിൽഡ് അല്ല, അവര് ചിന്തിക്കേണ്ടതല്ലേ. മയക്കോടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതെന്തായാലും ഒറ്റയ്ക്ക് രക്ഷപ്പെടാൻ പിന്നെ ശ്രമിക്കില്ല, മുങ്ങി താവുകയും ചെയ്യും. അത് ഒറ്റയ്ക്കാണെങ്കിൽ അത് അങ്ങനെങ്കിലും ജീവിതം രക്ഷപ്പെട്ടു. ഒരു കോണി വെച്ചുകൊടുത്താൽ മതി കരടിക്ക്. മണിക്കൂർ അതിന് ഒറ്റയ്ക്ക് അതിന്റെ ഉള്ളിൽ സർവൈവ് ചെയ്ത് പോകാൻ പറ്റി. ഇവര് വന്ന് ഒരു 2-3 മിനിറ്റ് കൊണ്ട് അതിന്റെ ജീവൻ വേണം പോയി കിട്ടി. ഇതന്നെയാണ് ഈ പറഞ്ഞ നമ്മുടെ തണ്ണീർക്കൊമ്പന്റെ കാര്യത്തിലുണ്ടായത്. അതായത് ഇപ്പൊ നമ്മൾ ചൈനയിലൊക്കെ ഈ സ്റ്റോറി കേട്ടിട്ടുണ്ടോ? ചൈനയിൽ ഒരു കൂട്ടം ആനകള് കാടിറങ്ങി നടന്നത്, മൈഗ്രേഷൻ നടത്തിയത്. ചൈനീസ് ഗവൺമെന്റ് എന്താ ചെയ്തറിയോ? അവിടുത്തെ ആളുകളും ആനകളുടെ പിന്നാലെ കൂടാനോ അവരെ പേടിപ്പിക്കാനോ ഒന്നും നടന്നില്ല. ചൈനീസ് ഗവൺമെന്റ് കാട്ടിയത് എന്താ, പോണ വഴിക്കൊക്കെ ഹെലികോപ്റ്റർ അടക്കം പോലീസ് സെക്യൂരിറ്റി അടക്കം അവർക്കാണ് കൊടുത്തു ആനകൾക്ക്. അവര് റോഡ് കടന്നു,
ഹൈവേസ് കടന്നുപോയി, കാടുകൾ കടന്നുപോയി. അവര് മൈഗ്രേറ്റ് ചെയ്തു. എത്രയോ വർഷം എടുത്തിട്ടാണ് ആ ഒരു പാക്ക് ഓഫ് എലിഫൻസ് നടന്നേ. അതേപോലെ ഇവിടെ ഒരു ആനക്കൂട്ടം ഒരു കാട്ടിൽ നിന്ന് വേറെ കാട്ടിലേക്ക് നടക്കാൻ നിന്ന് കഴിയുമ്പോഴത്തേക്ക് എന്താ പറയുക, ഒന്ന് നാട്ടുകാർ കല്ലെടുത്തെറിയും, പടക്കം വെച്ച് പൊട്ടിക്കും, ഇല്ലെങ്കിൽ മസനഗുടി വഴി ഊട്ടി പോവും. അങ്ങനെ പല പരിപാടി ഇവിടെ കാണിക്കും. നമ്മള് കാണില്ലേ ഈ റോഡിലൂടെ പോകുമ്പോ ആനനെ കണ്ടിന് ഇങ്ങനെ കുറെ നേരം നിക്കണതും മാനിനെ കണ്ടിങ്ങനെ നിക്കണതും. തണ്ണീർക്കൊമ്പന്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനക്ക് വെള്ളം കൊടുത്തോ ഇല്ലെന്ന് ഇവർക്ക് അറിയില്ല. മയക്കുവെടി വെച്ച് ഓൾറെഡി കർണാടകയിലെ കാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് എന്താ പറയാ കടത്തി വിടുകയാണ്, നാട് കടത്തി വിട്ട ഒരു ആന. അതിന്റെ ആരോഗ്യസ്ഥിതി എന്താണെന്നറിയില്ല. അതിന്റെ കാലുമ വലിയൊരു മുഴ ഉണ്ടായിരുന്നു. അതിന്റെ ട്രീറ്റ്മെന്റ് ഉണ്ടോ അറിയില്ല. ഇപ്പൊ പറയുന്നു പോസ്റ്റ്മോർട്ടം കഴിയുമ്പോൾ അതിന്റെ ദേഹത്ത് പെല്ലറ്റ്സ് ഉണ്ട് എന്നുള്ളത്. അതായത് ആളുകള് താമസത്തിന്റെ സ്ഥലത്തെത്തുമ്പോഴത്തേക്ക് എയർ ഗൺ വെച്ച് ഷൂട്ട് ചെയ്ത് പെല്ലറ്റ്സ് മേത്തുണ്ട് അതിന്റെ എന്ന് പറയുന്നത്. എന്തോന്നു ഇത് ലൈക്ക് സീരിയസ് ആയിട്ട് ഞാൻ പഴയ ഒരു രീതി തന്നെയാണ് തുടർന്നു വരിക. ഒരു വന്യജീവി വന്ന് ഉടനെ വെട്ടിക്കുന്നു, മയക്കുന്നു, അതാണ് സ്ഥിരം പരിപാടി ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നത്. ഇന്നാ ഇതിനൊക്കെ കോടിക്കണക്കിന് രൂപ ചെലവാക്കി മാറ്റി വെക്കുന്നുണ്ട്. ഞാൻ പറയുമ്പോ എന്നാ പിന്നെ ഇത്രയും കാര്യക്ഷമം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വകുപ്പേ വേണ്ടല്ലോ, എടുത്ത് കളഞ്ഞൂടെ അല്ലേ? എടുത്ത് കളയണം. ഇവറ്റകള് സ്വന്തം രക്ഷപ്പെട്ടു പോവാണെങ്കിൽ ചിലപ്പോ അടിപൊളിയായിട്ട് അവർ രക്ഷപ്പെട്ടു പോകുന്ന എനിക്ക് തോന്നുന്നു. ചെല്ലണതാണ് പ്രശ്നം. ഇതൊന്നും വായിച്ചാ ചെരിഞ്ഞതല്ല, കൊന്നതാണ്. ആന ഒരു ദിവസം കുടിക്കുന്നത് 280 ലിറ്റർ വെള്ളം. സത്യം പറഞ്ഞാൽ നമ്മൾ കഷ്ടപ്പെട്ട് പണിയെടുത്ത് കൊടുക്കുന്ന നികുതി പണം തിന്നാൻ മാത്രം എന്തിനാണ് ഇങ്ങനെ ഓരോ വകുപ്പുകൾ? ഇതിലും ഭേദം ജില്ലയ്ക്ക് ഓരോ വേട്ടക്കാരനെ നിയമിച്ചാൽ പോരെ. എന്തായാലും കരടിയായാലും പന്നിയായാലും ആനയായാലും പുലിയായാലും കടുവയായാലും രക്ഷപ്പെടുത്തൽ എന്ന പേരിൽ കൊല്ലപ്പെടുന്നു. എന്നാ പിന്നെ ആ വകുപ്പ് എടുത്ത് കളഞ്ഞാൽ എത്ര പൈസ ലാഭിക്കാം, എത്ര മനുഷ്യർക്ക് വീട് വെച്ച് നൽകാം, ചികിത്സയ്ക്ക് പൈസ നൽകാം. അത്രേ ഉള്ളൂ. സിമ്പിൾ ആണ് കാര്യം. ഈ മൃഗങ്ങളൊക്കെ അല്ലേ വിചാരിച്ചിട്ടാണ് ഇവരിങ്ങനെ തോന്നിയ പോലെ ചെയ്യണമെന്നൊക്കെ ചോദിക്കാനും പറയാൻ ആരുമില്ലല്ലോ. പിന്നെ പോസ്റ്റ്മോർട്ടം നടത്തി കഴിഞ്ഞ് ഇപ്പൊ ഈ ആനയുടെ കേസിൽ എന്താ പറഞ്ഞറിയോ, ആനക്ക് കൊളസ്ട്രോൾ ആണ്. അന്ന് പുലിന്റെ കേസിലും പറഞ്ഞില്ലേ, പുലി എന്താ ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് മരിച്ചു. അതൊക്കെ സത്യമാണ്. ഇവര് വെള്ളം കൊടുക്കാത്തത് ആനക്ക് ജലദോഷം. അതെ, ആന കൂടുതൽ വെള്ളം കുടിക്കണ്ട. ഇതൊക്കെ എന്താ പറയുക, ഇതൊക്കെ മിസ്മാനേജ്മെന്റ് ആണ്, അട്ടർ ഫെയിലിയർ. അത്രേ പറയാനുള്ളൂ. ഒരു കാര്യം കൃത്യമായിട്ട് ചെയ്യാൻ പറ്റില്ല എന്നില്ല, അല്ലെങ്കിൽ പറ്റില്ല എന്നല്ല, ഞങ്ങളെ കൊണ്ട് ഇത്രേ പറ്റൂ, അതാണ് സംഗതി, വേറെ ഒന്നുമല്ല. ഇപ്പൊ ഈ കുങ്കിയാനകളെ വെച്ചിട്ട് ആനകളെ കുത്തി കയറ്റുന്ന ഒരു പരിപാടി ഏറ്റവും കൂടുതൽ പരിക്ക് പറ്റിയ ആ സമയത്ത്. ഈവൻ അരിക്കൊമ്പനെ വരെ ഇവർ ഈ കുത്തി കയറ്റിയ സമയത്ത് അതിന് പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അതൊന്നും പ്രോപ്പർ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടാണോ ഈ ആനകൾ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത്? ഇതിനൊന്നും ഒരു തരം മൃഗങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഒരുപാട് പേരുണ്ട്. മൃഗങ്ങളെ തൊട്ടപ്പോൾ അരിക്കൊമ്പൻ ഫാൻസ് ഇല്ലേ, തണ്ണീർക്കൊമ്പൻ അതൊക്കെ പറയും, അതൊക്കെ സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ടെങ്കിലും ഇവർക്കുള്ള ഒരു ധൈര്യം എന്താ അറിയോ, മൃഗങ്ങൾ ചത്ത അവിടെ ആരും ചോദിക്കാൻ വരില്ല, ഒരാൾ ചോദിക്കാൻ വരില്ല എന്ന് അവർക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ മുന്നോട്ട് പോകും. അതാണ് സംഭവിക്കാൻ. എനിക്ക് തോന്നുന്നു ഇനിയിപ്പോ ചൂടുകാലൊക്കെയാണ് വരുന്നത്. അപ്പം കാട്ടിലൊക്കെ വെള്ളം ഇല്ലാത്തൊരവസ്ഥ വരുമ്പോ ആനകളൊക്കെ നാട്ടിലേക്ക് ഇറങ്ങുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. അപ്പോഴും ഇതുപോലൊക്കെ തന്നെ ആവും ദേവാതിരി. ഇനിയിപ്പോ ഈ പറഞ്ഞ ലക്ഷക്കണക്കിന് രൂപ പൊട്ടിക്കണ്ടല്ലോ, വേട്ടക്കാരനെ വെച്ച് കൊന്നാ പോരാ. അതിന് പരിപാടി രക്ഷിക്കാനുള്ള ശ്രമം നടത്തണം, നേരെ അങ്ങോട്ട് കൊല്ലുക, എന്നവര് കഴിഞ്ഞല്ലോ എല്ലാവരും. ഇതിപ്പോ നാട്ടിലാണെങ്കിലും കാട്ടിലാണെങ്കിലും ഒക്കെ രക്ഷാപ്രവർത്തനം തന്നെ ഇതൊക്കെയാണ് പരിപാടി തോന്നുന്നത്. ഈ ആനയെ വാഹനത്തിലേക്ക് കയറ്റുന്ന സമയത്ത് കുടുക്കിയെ ഉപയോഗിച്ച് പ്രഷർ കൊടുക്കുന്ന ഒരു വീഡിയോ ശകലം കണ്ടിട്ടുണ്ടായിരുന്നു. തിയററ്റിക്കലി പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബാക്കിൽ നിന്ന് ലോഡ് ചെയ്യുന്ന ആന തല താഴ്ത്തി മസ്തകം കൊണ്ട് തള്ളി കയറ്റാനേ പാടുള്ളൂ, ഒരിക്കലും കുത്താൻ പാടില്ല. കാരണം ബാക്കിൽ കുത്തിക്കഴിഞ്ഞാൽ അത് ഉണ്ടാക്കുന്ന മുറിവുകൾ ഉണങ്ങാൻ ബുദ്ധിമുട്ടാണ്. മയക്കാനുള്ള മരുന്ന് നിറത്തോക്കിൽ വെടിവെച്ച് കയറ്റുമ്പോൾ കുറച്ച് ശ്രദ്ധ. മാനദണ്ഡങ്ങൾ സൗകര്യം പോലെ മറക്കാനുള്ളതല്ല. എന്തൊക്കെ കേന്ദ്ര മാനദണ്ഡങ്ങളാണുള്ളത്? ഇവിടെ തണ്ണീർക്കൊമ്പന്റെ കാര്യത്തിൽ എന്തൊക്കെ മാനദണ്ഡങ്ങളാണ് ലംഘിക്കപ്പെട്ടതെന്ന് നമുക്ക് നോക്കാം. കാട്ടാനയെ ഉച്ചയ്ക്ക് മുമ്പ് വെടിവെക്കണമെന്ന നിർദ്ദേശം ലംഘിക്കപ്പെട്ടു. അതായത് രാവിലെയുള്ള സമയത്ത് തന്നെ കാട്ടാനയ്ക്ക് മയക്കുവെടി നൽകണമെന്നാണ് നിർദ്ദേശം. ചൂടുള്ള സമയം ഒഴിവാക്കണം. ചൂടുള്ള സമയം ഒഴിവാക്കണമെന്ന് പറയുന്നത് ഈ സമയത്ത് ആനയ്ക്ക് നിർജ്ജലീകരണം ഉണ്ടാകും. ഇന്നലെ വെടിവെച്ചത് തന്നെ 5 മണിക്ക് ശേഷമാണ്. മയക്കുവെടി വെച്ചത് 5 മണിക്ക് ശേഷമാണ്. മാനന്തവാടി പോലുള്ള പ്രദേശത്ത് തീർച്ചയായിട്ടും ഇരുട്ട് വീഴാൻ പിന്നെ ഏതാനും മിനിറ്റുകളേ ഉള്ളൂ. അങ്ങനെയുള്ളൊരു സമയത്ത് അതിനെ ഡ്രൈവ് ചെയ്ത് വനത്തിനുള്ളിലേക്ക് കടത്തിവിടാൻ ശ്രമിക്കാതെ എന്തിനാണ് ധൃതി പിടിച്ച് മയക്കുവെടി വയ്ക്കാനുള്ള തീരുമാനമെടുത്തത്? അതേപോലെ തന്നെ വനത്തിനുള്ളിൽ അല്ലെങ്കിൽ വാഴത്തോട്ടത്തിൽ വളരെ സൗമ്യമായിട്ട് അവിടെ നിന്നിരുന്ന ഒരാനയെ എന്തിന് പടക്കം പൊട്ടിച്ചുമൊക്കെ മയക്കുവെടി വെക്കാൻ പാകത്തിന് ഗ്രൗണ്ടിലേക്ക് ഇറക്കി നിർത്താൻ വേണ്ടി വെപ്രാളം കാണിച്ചു. ഈ ആന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം ഏകദേശം 250 ലിറ്റർ വെള്ളം കുടിക്കുന്ന ഒരു മൃഗമാണ്.
അപ്പൊ രാവിലെ മുതൽക്ക് വൈകുന്നേരം വരെ വെള്ളം കുടിക്കാതെ നിൽക്കുന്ന ഒരു ആന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നിർജ്ജലീകരണത്തിന്റെ ഒരു സാധ്യതകളും തള്ളിക്കളയാൻ പറ്റില്ല. ഇതിൽ ഞാൻ ഒരു കേസ് പറയാം. ഞാൻ ഈ എൻറ്റയർ ന്യൂസ് ഫോളോ ചെയ്തപ്പോൾ ഒരു കാര്യം മനസ്സിലായി. അരിക്കൊമ്പന്റെ ആണെങ്കിലും തണ്ണീർക്കൊമ്പന്റെ ആണെങ്കിലും ഇനി പടയപ്പേന്റെ ആണെങ്കിലും ടിപിന്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിലും സംഗതി എന്താ അറിയോ, ഒരാന അങ്ങോട്ട് വന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്നാമത് നാട്ടുകാർ ഇളകും. പിന്നെ ഈ നാട്ടുകാർ നേരെ ന്യൂസുകാർക്കാണ് ഇത് പാസ് ചെയ്യുന്ന ഇൻഫർമേഷൻ. ന്യൂസുകാർ ഇങ്ങോട്ട് ഒരു 10 ചാനൽ വണ്ടിയും വിളിച്ചാണ് പോയിട്ട് ഇതാ അവിടെ വന്നു ഇതാ, അപ്പത്തേക്ക് നാട്ടുകാർ കൂടും, എല്ലാരും കൂടും, ഫോറസ്റ്റുകാർ അറിയും. ഇതെന്താ ഒരു ഗെയിം പോലെ. എല്ലാം കഴിഞ്ഞിട്ട് അവസാനം മറ്റേ മയക്കുവെടി വെക്കുന്ന ആൾക്കാർ. അല്ല, ഇനി കോമഡി എന്താ പറയാ എനിക്ക്, ഈ ആന ചെരിഞ്ഞു, ന്യൂസുകാർ നേരെ തിരിഞ്ഞു, പാപം സാധു മൃഗത്തെ വേട്ടയാടി. അവർക്ക് ന്യൂസാണ് ഇമ്പോർട്ടന്റ്. അവർക്ക് ആന ജീവിച്ചിരുന്നാലും ന്യൂസ്, ചത്താലും ന്യൂസ്. ഞാൻ പറഞ്ഞ അരിക്കൊമ്പൻ ജസ്റ്റ് രക്ഷപ്പെട്ടതാണ്, കഴിച്ചിലായതാണ് അരിക്കൊമ്പൻ. എന്തൊരു അവസ്ഥയാണ്. കരടിന്റെ സീൻ കണ്ടപ്പോഴാണ് എനിക്ക് ആകെ എന്തോ പോലെ ശരിക്കും കൊന്നത് തന്നെ പറയണം. അതായത് ഇതെന്ന് പറഞ്ഞാൽ ഇതിപ്പോ ആ ദൗത്യത്തിലുള്ള ആളുകൾ അങ്ങനെ ഒരു സംഭവം ആ കരടി ചത്തു. ഞാൻ നിങ്ങളോട് പറയാ, അവിടെ ഒരു നിയമ നടപടി പോയിട്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ അല്ലേ, ഒരു സസ്പെൻഷൻ ഒന്നും അവിടെ ഉള്ളവർക്കൊന്നും കിട്ടിയിട്ടൊന്നും ഉണ്ടാവില്ല. കാരണം ഇതൊന്നും നമ്മൾ പൊതുജനത്തിന് നമ്മൾ അറിയൂല. അവിടെ ഇതൊന്നും സർവ്വസാധാരണ ആയിരിക്കും അവർക്ക്. അതായത് ഒരു ജീവൻ പോണല്ല, അതിനൊരു വിലയും കൊടുക്കാത്ത പോലെയാണ് നടക്കുന്നത്. പിന്നെ അവിടെ മനുഷ്യന്റെ ജീവന് വില കൊടുക്കണില്ല, എന്നിട്ട് മനുഷ്യന് തന്നെ കൊടുക്കില്ല, പിന്നെ മൃഗത്തിന് അതിന് ചോദിക്കാനും പറയാനും ആരുമില്ലല്ലോ. ഇതാണെങ്കിലും ഇത്രയൊക്കെ പൈസ മുടക്കിയിട്ട് നമ്മളെ കണ്ണിന്റെ മുന്നിൽ നമ്മളെ തന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അതാണ് എനിക്ക് അത്ര ഇതിന്റെ സങ്കടം അവിടെയായിരുന്നു, നമ്മളെ തന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുക. കാരണം ഇവർ ഈ റെസ്ക്യൂ ഒരു 10 റെസ്ക്യൂ നടത്തിയ 8 ജീവികളും ചത്തുപോകും. 2 ഐറ്റങ്ങൾ ആരോഗ്യം കൊണ്ട് കഴിച്ചിലായി പോയാൽ പോയി, അത്രേ ഉള്ളൂ. ഇപ്പൊ അടുത്ത് പിടിച്ചൊരു അല്ല, ഇപ്പൊ അടുത്ത് നരഭോജി കടുവാറിന് ഇപ്പൊ അടുത്തൊരു കടുവനെ പിടിച്ചിട്ടുണ്ട്. ഞാൻ നോക്കുമ്പോ അതിന്റെ തലേന്റെ ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ മുതൽ ഇതുവരെ ഇങ്ങോട്ട് കീറി പൊളിഞ്ഞിട്ടുണ്ട്. അതൊക്കെ എനിക്ക് തോന്നുന്നത് കുറച്ച് തെമ്പും തടിയുള്ളതുകൊണ്ട് കഴിച്ചിലായി പോയതാവുന്നുണ്ട് അതൊക്കെ. ഇതെന്താ പറയുക, ഒന്നാമത് വേറെ കാര്യം പറയാം, നാട്ടുകാരോട് പറയാം, നിങ്ങൾ ഈ എന്താ പറയുക അങ്ങോട്ട് ഓവറായി നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾ ഉണ്ടാവും, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പറ്റ മനുഷ്യനെ ഉപദ്രവിക്കുകയാണെങ്കിൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ വീണ്ടും ഇപ്പം ഈ പറഞ്ഞ പോലെ കാടിൻ്റെ അടുത്ത് താമസിച്ചിട്ട് കാട്ടിന്ന് വന്നേ അറിയുമ്പോൾ അതിലെന്തൊരു ലോജിക്കാണ്. അല്ലെങ്കിൽ പിന്നെ കൃത്യമായിട്ടുള്ള ഫെൻസിങ് വേണം, ആനത്താരി വേണം. ഇതിനൊക്കെ പൈസ എത്ര പോകണ്ടോ. ഇപ്പം അടുത്ത് ഞാൻ ഒരു ന്യൂസ് കണ്ടു, ഈ ആനത്താരില്ലേ അതിന് വേണ്ടി ആരോ പൈസ മറ്റേ ഫണ്ടിങ് ഒക്കെ മേടിച്ചിട്ട് സ്ഥലം മേടിച്ചിട്ട് അതിൽ കുംഭകോണം, അതിൽ സ്കാം സർക്കാരിന് കൊടുത്തു പറഞ്ഞിട്ട് ആ പൈസ അടിച്ചു മാറ്റി. ഇത് ചില്ലറ പൈസ, കോടിക്കണക്കിന് ഉറുപ്പിയാണ് ഈ ഫോറസ്റ്റ് വൈൽഡ് ലൈഫ് എന്ന് പറഞ്ഞിട്ടൊക്കെ ഇവിടെ ഇറങ്ങിക്കൊണ്ടിരിക്കണേ. അതെന്താ അറിയോ, ആനകളൊക്കെ ഉള്ള കാടിന്റെ ഒരു സൈഡൊക്കെ നമ്മൾ കൈക്കലാക്കി അവിടെ കൃഷിയും കാര്യങ്ങളൊക്കെ നടത്തി ഇങ്ങനെ ജീവിക്കുമ്പോഴാണ് ആനകൾ ഇറങ്ങി വരുമ്പോൾ എന്നിട്ട് അവിടെ പറക്കം പൊട്ടിക്കലും ചെക പ്രശ്നങ്ങൾ എന്താണെന്നുണ്ടെങ്കിലും നമ്മൾ ഇനി ഈ പറഞ്ഞ പോലെ ഇതൊക്കെ കണ്ട് നമ്മളെ ടാക്സും പൈസയിൽ നിന്ന് ഇങ്ങനെ പോണ അറ്റ്ലീസ്റ്റ് ഞങ്ങൾ ജീവനോട് രക്ഷപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സമാധാനം. ഇത് അതും ഇല്ലാത്ത അവസ്ഥ തോന്നുന്നുണ്ട്. എന്തെങ്കിലും ആവട്ടെ.